ഹായ് ഗായ്സ്, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ പുതിയ NH66 എല്ലാ പണിയും ഏകദേശം തീർന്നിട്ടുണ്ട്. ഇപ്പോൾ കാസർഗോഡ് നിന്ന് തലപ്പാടിലേക്ക് പോകുന്ന വഴിയാണ്. ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞു. നല്ല അടിപൊളി ഹൈവേ, കണ്ടാൽ തന്നെ നമുക്ക് വിദേശ രാജ്യങ്ങളോട് ഇടപെടിക്കുന്ന ഹൈവേ ആയിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ ഹൈവേ. ഏകദേശം ഈ ഫസ്റ്റ് റീച്ചിലെ എല്ലാ പണിയും ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറിയ ചെറിയ കുറച്ച് വർക്കുകളൊക്കെ ഉള്ളൂ. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ കാണിക്കുന്ന കുറച്ച് തെറ്റുകൾ, അതിപ്പോൾ ഇവിടുന്ന് ഞാനിപ്പോൾ ഒരു 5 കിലോമീറ്റർ പോയതേ ഉള്ളൂ ഈ റൂട്ടിൽ. അപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് തെറ്റുകൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത്, നമുക്ക് NH-ൽ നിന്നും സർവീസ് റോഡിലേക്കും സർവീസ് റോഡിൽ നിന്ന് NH-ലേക്കും കയറാനുള്ള എൻട്രിയും എക്സിറ്റും പ്രത്യേകം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഇപ്പോൾ ഈ കാറുകാരൻ ചെയ്തതുപോലെ എൻട്രി ആവേണ്ട വഴിയിലേക്ക് കൂടി ഒരിക്കലും സർവീസ് റോഡിലേക്ക് നമ്മൾ എക്സിറ്റ് ആയിട്ട് പോകരുത്. പിന്നീടായിട്ട് പറയാനുള്ളത്, ഒരു ഭാഗത്തേക്ക് 3 ലൈനാണ് ഉണ്ടാവുക. അതിൽ ഏറ്റവും ഇടതുവശത്തുള്ള ലൈനിൽ കൂടി വേഗത കുറഞ്ഞ വാഹനങ്ങളും ചരക്ക് വാഹനങ്ങളൊക്കെയാണ് പോകേണ്ടത്. നടുക്കുള്ള ലൈനിൽ കൂടി പോകേണ്ടത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് ആയ കാറ്, ജീപ്പ് മുതലായ വാഹനങ്ങളും ഏറ്റവും വലതുവശത്തുള്ള ലൈനിൽ കൂടി പോലീസിൻ്റെ, ഫയർഫോഴ്സിൻ്റെ, ആംബുലൻസ് അങ്ങനെ തുടങ്ങിയ എമർജൻസി വാഹനങ്ങളൊക്കെയാണ് പോകേണ്ടത്. ഒരേ ദിശയിലേക്കാണ് എല്ലാ വാഹനങ്ങളും, എല്ലാ ലൈനിലുള്ള വാഹനങ്ങളും പോകുന്നത് എന്ന് കരുതിയാൽ പോലും നമ്മൾ ഒരു കാരണവശാലും ഇടതുവശം ചേർന്ന് ഒരു കാരണവശാലും നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും, ഇടതുവശത്തെ ലൈനിലേക്ക് കൂടി ഒരു കാറ് ഓവർടേക്ക് ചെയ്ത് പോകുന്നത്. അത് തെറ്റാണ്, അങ്ങനെ പോരുത്, ഒരിക്കലും പോരുത്. അത് വലിയൊരു അപകടത്തിന് ഇടവരുത്തും. പിന്നീടായിട്ട് പറയാനുള്ള ഒരു കാര്യം, പുതിയതായിട്ട് നിർമ്മിക്കുന്ന NH-ലേക്ക് 2 വീലറുകൾക്കും ഓട്ടോറിക്ഷകൾക്കും പ്രവേശനമില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് സർവീസ് റോഡ് മാത്രമേ ഉപയോഗിക്കാനുള്ള അധികാരമുള്ളൂ. ഹൈവേയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് നമ്മൾ എക്സിറ്റ് ആവുന്ന സമയത്ത് കൃത്യമായ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മാത്രമേ നമ്മൾ എക്സിറ്റ് ആവാൻ പാടുള്ളൂ. നമ്മൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടുന്നതാണെങ്കിൽ തൊട്ട് പുറകിൽ വരുന്ന വാഹനങ്ങൾ ചെയിനായിട്ട് അടിച്ച് ആക്സിഡന്റ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. നല്ല ഹൈവേ ആയതുകൊണ്ട് തന്നെ നല്ല സ്പീഡിൽ, ഏകദേശം 100 കിലോമീറ്റർ സ്പീഡിൽ പോകാനുള്ളൊരു ഇതായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അത്രയും നല്ല സ്പീഡിലായിരിക്കും വാഹനങ്ങൾ. അതുകൊണ്ട് തന്നെ അപകടങ്ങൾ കൂടാൻ ചാൻസ് കൂടുതലാണ്. നമ്മുടെ വാഹനം ഹൈവേയിൽ കൂടി എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത് എന്ന് കണക്കാക്കിയിട്ട് നമുക്ക് കാണിച്ചു തരാനുള്ള ഡിസ്പ്ലേ ഒക്കെ തൊട്ട് മുമ്പ് തന്നെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഹൈവേ തന്നെയാണ് നമ്മുടെ ഹൈവേ. സൗകര്യങ്ങളൊക്കെ കൂടി വരികയാണ്, അതിനനുസരിച്ചിട്ട് അപകടങ്ങളൊക്കെ കുറയട്ടെ. എല്ലാവരും നല്ല രീതിയിൽ, നല്ല ഡിസിപ്ലിനോട് കൂടി ഹൈവേയിൽ കൂടി വാഹനം ഓടിക്കുക. സേഫ് ഡ്രൈവ്, സേവ് ലൈഫ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ബൈ.